ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് കുറെ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അഞ്ചാം ലോക കോഫി കോൺഫറൻസ് നടന്നത് എവിടെ? അഞ്ചാമത് ലോക കോഫി കോൺഫറൻസ് നടന്നത് ബാംഗ്ലൂരുവിലാണ്. അടുത്ത ചോദ്യം, ആനകളുടെ സഞ്ചാരപഥം അറിയാനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനം? ആനകളുടെ സഞ്ചാരപഥം അറിയാനായി എലിഫന്റ് ട്രാക്ക് ആപ്ലിക്കേഷൻ ആരംഭിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ പുതിയ 19 ജില്ലകൾ കൂടി നിലവിൽ വന്നതോടെ ആകെ ജില്ലകളുടെ എണ്ണം 50 മാറിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2023 ഓഗസ്റ്റിലെ പുതിയ 19 ജില്ലകൾ കൂടി നിലവിൽ വന്നതോടെ ആകെ ജില്ലകളുടെ എണ്ണം 50 മാറിയ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത ചോദ്യം, ജലത്തിനടിയിലെ ധാതു നിക്ഷേപം കണ്ടെത്താനായി ഇന്ത്യയിൽ ആദ്യമായി രൂപകൽപ്പന ചെയ്ത ജലാന്തർ പര്യവേക്ഷണ വാഹനമേത്? അതായത് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ഏതാണ്? ഉത്തരം നീരാക്ഷി. ജലത്തിനടിയിലെ ധാതു നിക്ഷേപം കണ്ടെത്താനായി ഇന്ത്യയിൽ ആദ്യമായി രൂപകൽപ്പന ചെയ്ത ജലാന്തർ പര്യവേക്ഷണ വാഹനം, അതായത് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നീരാക്ഷി. അടുത്ത ചോദ്യം, ഏക സിവിൽ കോഡിനെതിരെ രാജ്യത്ത് ആദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളം. ഏക സിവിൽ കോഡിനെതിരെ രാജ്യത്ത് ആദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളം. അടുത്ത ചോദ്യം, പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ചുമതല വഹിക്കുന്ന ആദ്യത്തെ വനിത ആര്? ഉത്തരം ഗീതിക ശ്രീവാസ്തവ. പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ചുമതല വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത, ആദ്യ വനിത ആരാണ്? ഗീതിക ശ്രീവാസ്തവ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 25ാമത്തെ ഡയറക്ടർ ജനറലായി സ്ഥാനമേറ്റത് രാകേഷ് പാലാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 25ാമത്തെ ഡയറക്ടർ ജനറലായി സ്ഥാനമേറ്റത് രാകേഷ് പാലാണ്. വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം അതിവേഗം രാജ്യത്തെത്തിക്കാനായി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ പോർട്ടലാണ് ഇ കെയർ. എന്താണ് ഇ കെയർ? ഇ കെയർ എന്ന് പറഞ്ഞാൽ ഇ ക്ലിയറൻസ് ഫോർ ആഫ്റ്റർ ലൈഫ് റിമൈൻസ്. ഇ ക്ലിയറൻസ് ഫോർ ആഫ്റ്റർ ലൈഫ് റിമൈൻസ്, അതായത് വിദേശത്ത് മരിക്കുന്ന ഇന്ത്യക്കാരുടെ മൃതദേഹം അതിവേഗം രാജ്യത്തെത്തിക്കുവാനായി കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയ പോർട്ടലാണ് ഇ കെയർ. അടുത്ത ചോദ്യം, യുവതീ യുവാക്കളിലും കൗമാരക്കാർക്കിടയിലും ലൈംഗികാവബോധം സൃഷ്ടിക്കാനായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, ദേശീയ ആരോഗ്യ മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ മധ്യപ്രദേശ് ആരോഗ്യ വകുപ്പ് ആരംഭിച്ച AI ചാറ്റ് ബോട്ടാണ് ജസ്റ്റ് ആസ്ക്. അപ്പം ഏത് സംസ്ഥാനമാണ് ജസ്റ്റ് ആസ്ക് എന്ന പേരിൽ യുവതീ യുവാക്കളിലും കൗമാരക്കാർക്കിടയിലും ലൈംഗികാവബോധം സൃഷ്ടിക്കുവാനായി യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട്, ദേശീയ ആരോഗ്യ മിഷൻ എന്നിവയുടെ സഹായത്തോടെ ജസ്റ്റ് ആസ്ക് എന്ന പേരിൽ ഒരു AI ചാറ്റ് ബോട്ട് ആരംഭിച്ചത്? ഉത്തരം മധ്യപ്രദേശ് ആണ്. അടുത്ത ചോദ്യം, റിലയൻസ് ജിയോ കമ്പനി പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യത്തെ ലേണിംഗ് ബുക്ക് ലാപ്ടോപ്പ് ആണ് ജിയോ ബുക്ക്. ജിയോ ബുക്ക് റിലയൻസ് ജിയോ പുറത്തിറക്കിയ രാജ്യത്തെ ആദ്യ ലേണിംഗ് ബുക്ക് ലാപ്ടോപ്പ് ആണ്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ അന്തരിച്ച തെലുങ്ക് വിപ്ലവ നാടോടി ഗായകൻ ഗദ്ദറിന്റെ യഥാർത്ഥ നാമം ഗുമ്മാടി വിത്തൽ റാവു. ഗുമ്മാടി വിത്തൽ റാവു എന്ന് പറയുന്ന ആള് തെലുങ്ക് വിപ്ലവ നാടോടി ഗായകനായിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഗദ്ദാർ എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് ഗുമ്മാടി വിത്തൽ റാവു. അടുത്ത ചോദ്യം, 2023 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2023 ലോകമാന്യ തിലക് പുരസ്കാരം നേടിയത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി നൽകുന്ന വിസയാണ് ആയുഷ് വിസ. അപ്പോൾ ആയുഷ് വിസ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുവാനായി നൽകുന്ന ഒരു വിസയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയെ ഒരു ആഗോള വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുവാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ. ഇന്ത്യയെ ഒരു ആഗോള വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുവാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണെന്ത്? സ്റ്റഡി ഇൻ ഇന്ത്യ പോർട്ടൽ. അടുത്ത ചോദ്യം, ഇന്ത്യൻ വംശജനായ വൈഭവ് തനേജ ഏത് ആഗോള കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആയാണ് നിയമിതനായത്? എലോൺ മസ്കിന്റെ ടെസ്ലയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് വൈഭവ് തനേജ. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ ഥാർ മരുഭൂമി പ്രദേശത്ത് ജയ്സാൽമീറിൽ നിന്ന് 2023 ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സസ്യഭുക്കുകളായ ദിനോസറുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് താറോസോറസ് ഇൻഡിക്കസ്.
താറോസോറസ് ഇൻഡിക്കസ്, അതായത് രാജസ്ഥാനിലെ താർ മരുഭൂമി പ്രദേശത്തെ ജയ്സാൽമീറിൽ നിന്ന് 2023 ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സസ്യഭുക്കുകളായ ദിനോസറുകൾക്ക് നൽകിയിരിക്കുന്ന പേരാണ് താറോസോറസ് ഇൻഡിക്കസ്. അടുത്ത ചോദ്യം, രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. മധ്യപ്രദേശാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം. 2023 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉന്മേഷ, അതുപോലെ തന്നെ ഉത്കർഷ് എന്ന പേരിൽ ഫെസ്റ്റിവൽ ഓഫ് ഫോക്ക് ആൻഡ് ട്രൈബൽ പെർഫോമിംഗ് ആർട്സ് എന്നിവയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരമാണ് മധ്യപ്രദേശിലെ ഭോപ്പാൽ. അപ്പം 2023 ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉന്മേഷ, ഫെസ്റ്റിവൽ ഓഫ് ഫോക്ക് ആൻഡ് ട്രൈബൽ പെർഫോമിംഗ് ആർട്സ് ഉത്കർഷ് എന്ന പേരിൽ ഒരു ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഇത് നടന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്. അടുത്ത ചോദ്യം, ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന എനി പുരസ്കാരം. എനി പുരസ്കാരം ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന ഒരു പുരസ്കാരമാണ് എനി പുരസ്കാരം. ഇത് നേടിയ മലയാളി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. ഡോക്ടർ പ്രദീപ് തലാപ്പിലാണ് ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന എനി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹം മലയാളിയാണ്, ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. അടുത്ത ചോദ്യം, ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് FAME2 എന്ന് പറഞ്ഞ പദ്ധതിയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈബ്രിഡ് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി എന്താണ്? FAME2. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിലെ ഭരണകക്ഷിയായ NDA മുന്നണിയെ നേരിടുവാനായിട്ട് പ്രതിപക്ഷ കക്ഷികൾ ചേർന്ന് രൂപം നൽകി 2023 വന്ന ഒരു വിശാല സഖ്യമാണെന്ത്? ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇന്ത്യ മുന്നണി, INDIA. എന്താണ് INDIA? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ്. ഇന്റർനാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റാഗിംഗ് വിരുദ്ധ വാരമായി ആചരിക്കാൻ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിർദ്ദേശിച്ച കാലയളവാണ് ഓഗസ്റ്റ് 12 മുതൽ 18 വരെ. അപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റാഗിംഗ് വിരുദ്ധ വാരമായി ആചരിക്കാൻ UGC നിർദ്ദേശിച്ച കാലയളവ് ഏതാണ്? 2023 ഓഗസ്റ്റ് 12 മുതൽ 18 വരെ. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകൾ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയെ ഏത് പുതിയ പേരുകളിലാണ് നിലവിൽ അറിയപ്പെടുന്നത്? അപ്പൊ യഥാക്രമം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടും. ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടും. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നറിയപ്പെടും. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അറിയപ്പെടുന്നത് ഭാരതീയ സാക്ഷ്യ ബിൽ എന്നുമാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2023 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ലോക്സഭയിൽ അവതരിപ്പിച്ച ബില്ലുകൾ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ യഥാക്രമം എന്താണ്? ഇന്ത്യൻ പീനൽ കോഡ് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ അറിയപ്പെടും. കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നറിയപ്പെടും. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിങ്ങനെയും അറിയപ്പെടും. അടുത്ത ചോദ്യം, മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഗീതാ മിത്തൽ. നമ്മൾ കഴിഞ്ഞ ദിവസം അജയ് ലാംബ കമ്മീഷൻ പറഞ്ഞു. അജയ് ലാംബ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് അജയ് ലാംബ കമ്മീഷൻ. ഒപ്പം തന്നെ സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷയാണ് ആര്? ജസ്റ്റിസ് ഗീതാ മിത്തൽ. അടുത്ത ചോദ്യം, കലാപബാധിതമായ ഏത് പ്രദേശത്തെ ദുരിതാശ്വാസം, നഷ്ടപരിഹാരം തുടങ്ങിയ മാനുഷിക വിഷയങ്ങൾ പരിശോധിക്കാനാണ് സുപ്രീം കോടതി 3 അംഗ വനിതാ ജഡ്ജിമാരുടെ സമിതിയെ നിയോഗിച്ചത്? ഉത്തരം, മണിപ്പൂർ കലാപ മേഖലയിലെ. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് തുറന്നത് എവിടെ? ഉത്തരം, ബാംഗ്ലൂരിലാണ്. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് തുറന്നത് എവിടെ? ബാംഗ്ലൂരുവിലാണ്. അടുത്ത ചോദ്യം, സൈബർ ആക്രമണം നേരിടുവാനായിട്ട് പ്രതിരോധ മന്ത്രാലയം തദ്ദേശീയമായി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. ഇത് LDC, പത്തനംതിട്ട ജില്ല, അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ആ ജില്ലയിൽ ചോദിച്ചിരുന്നു അല്ലെ. സൈബർ ആക്രമണം നേരിടുവാനായി പ്രതിരോധ മന്ത്രാലയം തദ്ദേശീയമായി വികസിപ്പിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മായ. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റ് 17 നീറ്റിലിറക്കിയ
തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പടക്കപ്പലാണ് INS വിന്ധ്യഗിരി. INS വിന്ധ്യഗിരി എന്താണ്? 2023 ഓഗസ്റ്റ് 17 നീറ്റിലിറക്കിയ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു പടക്കപ്പലാണ് എന്ത്? INS വിന്ധ്യഗിരി. ഈ മായ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്പറേഷൻ സിസ്റ്റം പത്തനംതിട്ട, തൃശ്ശൂർ ജില്ലകൾക്കാണ് ചോദിച്ചത് അല്ലെ. സൈബർ ആക്രമണം നേരിടുവാനായി പ്രതിരോധ തദ്ദേശീയമായി വികസിപ്പിച്ച ഓപ്പറേഷൻ സിസ്റ്റമാണ് എന്ത്? മായ. അടുത്ത ചോദ്യം, സുപ്രീം കോടതിയിലെ പ്രവേശനം എളുപ്പമാക്കുവാനായി പ്രവർത്തനം ആരംഭിച്ച ഓൺലൈൻ പോർട്ടൽ. സുപ്രീം കോടതിയിലെ പ്രവേശനം എളുപ്പമാക്കുവാനായി പ്രവർത്തനം ആരംഭിച്ച ഓൺലൈൻ പോർട്ടലിന്റെ പേരാണ് സുസ്വാഗതം. അടുത്ത ചോദ്യം, കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തെ പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കുവാനായി കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആരംഭിച്ച സ്ഥാപനമാണ് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അപ്പൊ ഡൽഹി മെട്രോ ആണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തെ പറ്റി യാത്രക്കാരിൽ അവബോധം സൃഷ്ടിക്കുവാനായിട്ട് കാർബൺ ലൈറ്റ് മെട്രോ ട്രാവൽ പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഡൽഹി മെട്രോ. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുവാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം വഴിയാണ് രാജ്യത്തെ തിരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണെന്ന് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. സാമ്പത്തിക ഇടപാടുകൾ പ്രാദേശിക കറൻസിയിൽ നടത്താൻ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രാജ്യമാണ് UAE. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ 2023 ബഹുതല ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യമുക്തിയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പൊ ദാരിദ്ര്യമുക്തി കൈവരിച്ച ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്ത്? ഒന്നാം സ്ഥാനത്താണ് ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, 2023 പുറത്തിറക്കിയ ഇന്ത്യയുടെ ആദ്യത്തെ ദീർഘദൂര റിവോൾവറിന്റെ പേരാണ് പ്രബൽ. ദീർഘദൂര റിവോൾവറിന്റെ പേരാണ് പ്രബൽ. നമ്മൾ നേരത്തെ പറഞ്ഞ INS വിന്ധ്യഗിരി എന്താണ്? തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പടക്കപ്പലാണെന്ത്? INS വിന്ധ്യഗിരി. ഇന്ത്യ വികസിപ്പിച്ച ആദ്യത്തെ ദീർഘദൂര റിവോൾവറിന്റെ പേരാണ് പ്രബൽ. അടുത്ത ചോദ്യം, വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷന്റെ 2023 നോർമൻ ബോർലോഗ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ഡോക്ടർ സ്വാതി നായിക്കിനാണ് എന്ത് കിട്ടിയത്? വേൾഡ് ഫുഡ് പ്രൈസ് ഫൗണ്ടേഷന്റെ 2023 നോർമൻ ബോർലോഗ് പുരസ്കാരം കിട്ടിയത്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം പുതിയ സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞത് എവിടെയാണ്? കേരളത്തിലാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം പുതിയ സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം, ആസാമിലെ സോണിത്പൂർ ജില്ലയിൽ 2023 ഓഗസ്റ്റിൽ ചരിഞ്ഞ രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും പ്രായം കൂടിയ നാട്ടാന ഏത്? ഉത്തരം ബിജുലി പ്രസാദ്. ഈ ബിജുലി പ്രസാദ് എന്ന് പറഞ്ഞ ആനയാണെന്ത്? നമ്മുടെ രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ നാട്ടാന. എവിടെയാണ് ഈ ആന ചരിഞ്ഞത്? ആസാമിലാണ് അല്ലെ. ആസാമിലെ സോണിത്പൂർ ജില്ലയിലാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. രാജ്യത്തെ ആദ്യ ഡ്രോൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. അടുത്ത ചോദ്യം, ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയ താരമാണ് ടൊവിനോ തോമസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ. എനിക്ക് തോന്നുന്നു നമ്മുടെ ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കാണെന്ന് തോന്നുന്നു അല്ലെ. ആംസ്റ്റർഡാം സെപ്റ്റിമിയസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയത് ടൊവിനോ തോമസ് ആണ്. അടുത്ത ചോദ്യം, അവകാശികളില്ലാതെ കിടക്കുന്ന 10 വർഷത്തിലേറെ പഴക്കമുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്താൻ റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ. UDGAM ഉദ്ഗം പോർട്ടൽ. എന്താണ്? അവകാശികളില്ലാതെ കിടക്കുന്ന 10 വർഷത്തിലേറെ പഴക്കമുള്ള ബാങ്ക് നിക്ഷേപങ്ങൾ കണ്ടെത്തുവാൻ റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടലാണ് ഉദ്ഗം. UDGAM. അതായത് അൺക്ലെയിംഡ് ഡിപ്പോസിറ്റ്സ് ഗേറ്റ്വേ ടു ആക്സസ് ഇൻഫർമേഷൻ. എന്നാണ് ഉദ്ഗം പോർട്ടലിന്റെ പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സംസ്ഥാന മുഖ്യമന്ത്രി പദം വഹിച്ച രണ്ടാമത്തെ വ്യക്തി. രണ്ടാമത്തെ വ്യക്തിയായി 2023 ജൂലൈയിൽ മാറിയതാരാണ്? നവീൻ പട്നായിക് ആണ്.
അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാതയാണ് ദ്വാരക എലിവേറ്റഡ് എക്സ്പ്രസ് വേ. അപ്പൊ ദ്വാരക എലിവേറ്റഡ് എക്സ്പ്രസ് വേ ആണ് ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് അതിവേഗ പാത. അടുത്ത ചോദ്യം, 2,00,000 മെട്രിക് ടൺ സ്റ്റീൽ ഉപയോഗിച്ച ഏത് അതിവേഗ പാത പദ്ധതിയിലാണ് പാതയ്ക്ക് വേണ്ടി മാറ്റേണ്ടി വന്ന 1200 മരങ്ങൾ വീണ്ടും നട്ടത്? ഈ ദ്വാരക എലിവേറ്റഡ് എക്സ്പ്രസ് വേയിൽ തന്നെയാണ്. അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പുതിയ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവയാണെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ പുതിയ ചെയർപേഴ്സൺ. സർക്കാർ ആശുപത്രികളിൽ IVF ചികിത്സ സൗജന്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. ഇത് ഉറപ്പായിട്ട് ചോദിക്കും. സർക്കാർ ആശുപത്രികളിൽ IVF ചികിത്സ സൗജന്യമാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഗോവ. റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും സിഇഒയുമായി നിയമിതയായ ആദ്യ വനിതയാണ് ജയവർമ്മ സിൻഹ. അപ്പൊ ജയവർമ്മ സിൻഹയുടെ പ്രത്യേകത എന്താണ്? റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും സിഇഒയുമായി നിയമിതയായ ആദ്യത്തെ വനിതയാണ് ജയവർമ്മ സിൻഹ. അടുത്ത ചോദ്യം, നഗരങ്ങളിലെ ബസ് സർവീസുകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 10,000 ബസ്സുകൾ നിരത്തിലിറക്കുന്ന പദ്ധതിയാണ് PM ബസ് സേവാ പദ്ധതി. PM ബസ് സേവാ പദ്ധതി പ്രകാരമാണ് നഗരങ്ങളിലെ ബസ് സർവീസുകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 10,000 ബസ്സുകൾ പുറത്തിറക്കുന്നത്. പദ്ധതിയുടെ പേര് PM ബസ് സേവാ പദ്ധതി. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രാജ്യത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ആണ് ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപം. ഡൽഹിയിലെ പ്രഗതി മൈതാനത്തിലെ ഭാരത് മണ്ഡപമാണെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ. രണ്ടാം ലോക യുദ്ധകാലത്ത് ഏത് രാജ്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ് VC യശ്വന്ത് ഗാഡ്ഗെ സൺഡയാൽ മെമ്മോറിയൽ. VC യശ്വന്ത് ഗാഡ്ഗെ സൺഡയാൽ മെമ്മോറിയൽ ഏത് രാജ്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് സ്ഥാപിച്ചത്? ഇറ്റലിയാണ് ഉത്തരം. ഇറ്റലി. ആരും പ്രതീക്ഷിക്കത്തില്ല അല്ലെ? ഇറ്റലിയാണ് ഉത്തരം. രണ്ടാം ലോക യുദ്ധകാലത്ത് ഏത് രാജ്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി സ്ഥാപിച്ചതാണ് VC യശ്വന്ത് ഗാഡ്ഗെ സൺഡയാൽ മെമ്മോറിയൽ? ഇറ്റലിയാണ്. ഇറ്റലിക്ക് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായിട്ടാണ് VC യശ്വന്ത് ഗാഡ്ഗെ സൺഡയാൽ മെമ്മോറിയൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം സമർപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവനാണ് രാംനാഥ് കോവിന്ദ്. രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിലാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പഠനം നടത്തി നിർദ്ദേശം സമർപ്പിക്കുവാനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. അടുത്ത ചോദ്യം, കാർഡില്ലാതെ പണമെടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യത്തെ UPI ATM അവതരിപ്പിച്ച സ്ഥാപനമാണ് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ്. ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് ആണ് കാർഡില്ലാതെ പണമെടുക്കാൻ കഴിയുന്ന രാജ്യത്തെ ആദ്യത്തെ UPI ATM സിസ്റ്റം അവതരിപ്പിച്ചത്. 2023 സെപ്റ്റംബർ 1 മുംബൈയിലെ മസഗൺ ഡോക്കിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ പടക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. INS മഹേന്ദ്രഗിരിയും ഒരു പടക്കപ്പലാണ്. എന്താണ്? 2023 സെപ്റ്റംബർ 1 മുംബൈയിലെ മസഗൺ ഡോക്കിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ പുതിയ പടക്കപ്പൽ അറിയപ്പെടുന്ന പേര് INS മഹേന്ദ്രഗിരി. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യമാണ് ഇന്ത്യ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി 2023 ഓഗസ്റ്റിൽ ആരെയാണ് തിരഞ്ഞെടുത്തത്? സച്ചിൻ തെണ്ടുൽക്കറെയാണ് അല്ലെ? സച്ചിൻ തെണ്ടുൽക്കറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രം സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് തമിഴ്നാട്ടിലെ കുലശേഖരപട്ടണം. പട്ടണമാണ് ISROയുടെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രമായി മാറാൻ പോകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചർ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. ഇന്ത്യയിൽ ആദ്യമായി എന്നുള്ളതിനെല്ലാം പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം. അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനമാണ് തെലങ്കാന. സ്വാതന്ത്ര്യലബ്ധിയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 1.5 വർഷമായി നടന്നു വന്ന ആസാദി കാ അമൃത് മഹോത്സവം ഏത് പരിപാടിയോടെയാണ് സമാപിച്ചത്? ആസാദി കാ അമൃത് മഹോത്സവം സമാപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ മേരി മാട്ടി മേരാ ദേശ്. ഈ മേരി മാട്ടി മേരാ ദേശ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലേ? അതായത് രാജ്യത്ത് വീരമൃത്യു വരിച്ചവരെ ആദരിക്കാൻ വേണ്ടി
2023 സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഒരു ക്യാമ്പയിൻ ആയിരുന്നത് മേരി മാട്ടി മേരാദേശ്. അപ്പൊ ഈ മേരി മാട്ടി മേരാദേശ് ക്യാമ്പയിനോട് കൂടിയാണ് നമ്മുടെ ആസാദി കാ അമൃത് മഹോത്സവം പ്രോഗ്രാം സമാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടത് സാഞ്ചി, മധ്യപ്രദേശിലെ സാഞ്ചിയാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, 2023 മിസ് വേൾഡ് മത്സരങ്ങൾ 2024 മാർച്ചിൽ നടക്കുന്ന നഗരമാണ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് 2024 മിസ് വേൾഡ് മത്സരം നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഫൈനൽ മത്സരം നടന്ന എവിടെയാണ്? മുംബൈയിലെ നമ്മുടെ റിലയൻസ് ജിയോ കൺവെൻഷൻ സെന്ററിലാണ് ഫൈനൽ മത്സരം നടന്നത്. അടുത്ത ചോദ്യം, ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച കേന്ദ്ര ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശക്തികാന്ത് ദാസിനെയാണ്. നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിട്ടുള്ള ശക്തികാന്ത് ദാസ് ആണ് ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച ബാങ്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവിയായിട്ട് 2023 ഓഗസ്റ്റിൽ നിയമിതനായത് ധീരേന്ദ്ര ഓജയാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ മേധാവിയായി 2023 തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ സംവിധാൻ സദൻ എന്ന പേരിൽ അറിയപ്പെടും. സംവിധാൻ സദൻ എന്ന പേരിൽ ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി മുതൽ അറിയപ്പെടും. ഏത് സംസ്ഥാന നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറാണ് പ്രമീള മാലിക്? ഏത് സംസ്ഥാന നിയമസഭയുടെ ആദ്യ വനിതാ സ്പീക്കറാണ്? ഉത്തരം ഒഡീഷയുടെ ആദ്യ വനിതാ സ്പീക്കറാണ് ആര്? പ്രമീള മാലിക്. അടുത്ത ചോദ്യം, 2023 പുറത്തിറങ്ങിയ കൃതിയായ മെമ്മറീസ് നെവർ ഡൈ ആരുടെ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ്? APJ അബ്ദുൽ കലാമിന്റെ ജീവിതം വിവരിക്കുന്ന പുസ്തകമാണ് മെമ്മറീസ് നെവർ ഡൈ. അടുത്ത ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആദ്യത്തെ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംവരണ ബിൽ. നാരി ശക്തി വന്ദൻ അധിനിയം പ്രകാരം ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലെ എത്ര ശതമാനം സീറ്റുകളാണ് വനിതകൾക്കായി സംവരണം ചെയ്യുന്നത്? 33% സീറ്റുകളാണ് ലോക്സഭ, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്ക് വനിതകൾക്കായിട്ട് സംവരണം ചെയ്യുന്നത്. 2023 സ്വച്ഛ് വായു സർവേക്ഷണത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ നഗരം ഏതാണ്? ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് സ്വച്ഛ് വായു സർവേക്ഷണത്തിൽ ഒന്നാമതുള്ള ഇന്ത്യൻ നഗരം. അടുത്തായിട്ട് നമുക്ക് കോളത്തിൽ കിടക്കുന്ന ഒരു കാര്യം കൂടെ പഠിക്കാം. സുവർഗ വിവാഹത്തിന് നിയമപരമായ അംഗീകാരം നൽകണമെന്ന ആവശ്യം സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് 2023 ഒക്ടോബർ 17 തള്ളി. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. സുവർഗ ബന്ധത്തിലുള്ളവർക്ക് കുട്ടികളെ ദത്തെടുക്കാമെന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കോൾ എന്നിവർ നിലപാടെടുത്തെങ്കിലും ഇതിനോട് ജഡ്ജിമാരായ S രവീന്ദ്ര ഭട്ട്, ഹിമ കോഹ്ലി, PS നരസിംഹ എന്നിവർ വിയോജിക്കുകയാണ് ഉണ്ടായത്. 5 അംഗ ബെഞ്ചിലെ 4 പേർ വെവ്വേറെ വിധിന്യായങ്ങൾ എഴുതി. സുവർഗ വിവാഹം സംബന്ധിച്ച് 21 ഹർജികളാണ് കോടതി പരിഗണിച്ചത്. സുവർഗബന്ധത്തെ വിവാഹമായി അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് വേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും പരിശോധിക്കാൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നത സമിതി ഉണ്ടാക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം, വേൾഡ് അത്ലറ്റിക്സിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ആദിൽ സുമരിവാലയാണ് വേൾഡ് അത്ലറ്റിക്സിന്റെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം, അഗ്നി, പൃഥ്വി, നാഗ് മിസൈലുകൾ അതുപോലെ തേജസ് യുദ്ധവിമാനം എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഇന്ത്യൻ മിസൈൽ ശാസ്ത്രജ്ഞനാണ് 2023 ഓഗസ്റ്റിൽ അമേരിക്കയിൽ അന്തരിച്ചത്? ഉത്തരം VS അരുണാചലം. അഗ്നി, പൃഥ്വി, നാഗ് മിസൈലുകളും തേജസ് യുദ്ധവിമാനം, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട APJ അബ്ദുൽ കലാം ഉണ്ടല്ലേ, അപ്പം എന്നിവ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മിസൈൽ ശാസ്ത്രജ്ഞനാണ് ആര്? നമ്മുടെ VS അരുണാചലം. ഇദ്ദേഹം അമേരിക്കയിൽ വെച്ച് അന്തരിക്കുകയുണ്ടായി. ഇദ്ദേഹവും അബ്ദുൽ കലാമും ഒക്കെ ചേർന്നിട്ടാണ് ഈ അഗ്നിയും, പൃഥ്വിയും, നാഗും അതുപോലെ തേജസ് യുദ്ധവിമാനവും ഒക്കെ വികസിപ്പിച്ചത്. അപ്പോൾ അടുത്തിടെ അമേരിക്കയിൽ അന്തരിച്ച ഈ ശാസ്ത്രജ്ഞന്റെ പേരാണ് VS അരുണാചലം. അടുത്ത ചോദ്യം, ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ ആത്മകഥയാണ് മെമ്മറീസ് ഓഫ് എ മാവറിക് എന്ന് പറയുന്നത്? മണിശങ്കർ അയ്യർ, മുൻ കേന്ദ്രമന്ത്രിയായ മണിശങ്കർ അയ്യരുടെ ആത്മകഥയാണ് മെമ്മയേഴ്സ് ഓഫ് എ മാവറിക്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടായിരുന്ന ലണ്ടനിലെ ഏത് സ്ഥാപനമാണ് 2023 സെപ്റ്റംബറിൽ അടച്ചുപൂട്ടിയത്? ഇന്ത്യ ക്ലബ്ബ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ഇന്ത്യ ക്ലബ്ബ് ലണ്ടനില് 2023 സെപ്റ്റംബറിൽ അടച്ചുപൂട്ടുകയുണ്ടായി. 2023 ഒക്ടോബറിൽ നിലവിൽ വന്ന ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പതാകയിലെ പ്രധാന ചിഹ്നങ്ങൾ ഏവ? ഉത്തരം അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും. അപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ പതാകയിലെ പ്രധാന ചിഹ്നങ്ങളാണ് അശോക സ്തംഭവും ഹിമാലയൻ പരുന്തും. അടുത്ത ചോദ്യം, നാവികസേന ചീഫ് ഓഫ് പേഴ്സണലായി 2023 ഒക്ടോബറിൽ ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ്. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് നാവികസേന ചീഫ് ഓഫ് പേഴ്സണലായിട്ട് 2023 ഒക്ടോബറിൽ ചുമതലയേറ്റത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സർവേ കണക്ക് പ്രസിദ്ധീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ, അതായത് ജാതി സെൻസസ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സർവേ കണക്ക് പ്രസിദ്ധീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. അടുത്ത ചോദ്യം, നഗര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ OBC സംവരണം നടപ്പാക്കിയത് ഏത് സംസ്ഥാനത്താണ്? കർണാടകം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചു. നഗര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ OBC സംവരണം നടപ്പാക്കിയത് കർണാടകത്തിലാണ്. അടുത്ത ചോദ്യം, 2023 ഒക്ടോബർ 4 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഏത് വിളയുമായി ബന്ധപ്പെട്ട ദേശീയ ബോർഡാണ്? മഞ്ഞൾ. നാഷണൽ ടർമറിക് ബോർഡാണ് ഇത് മഞ്ഞൾ എന്ന പേരിൽ ഒരു വിജ്ഞാപനം ചെയ്തത്, മഞ്ഞളിന്റെ പേരിൽ. ചോദ്യം, 2023 ഒക്ടോബർ 4 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഏത് വിളയുമായി ബന്ധപ്പെട്ട ദേശീയ ബോർഡാണ്? മഞ്ഞൾ. മഞ്ഞളുടെ ബോർഡാണ് നാഷണൽ ടർമറിക് ബോർഡ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഫൈറ്റർ എയർഫീൽഡ് ഇന്ത്യയിൽ എവിടെയാണ്? ലഡാക്കിലാണ് അല്ലെ. ഏറ്റവും ഉയരമുള്ള ചോദിക്കുമ്പോൾ ഉത്തരം ലഡാക്കിലായിരിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഫൈറ്റർ എയർഫീൽഡ് ഉള്ളത് ലഡാക്കിലാണ്. ഗോത്രദേവതകളായ സമ്മക്ക, സരക്ക എന്നിവരുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട സമ്മക്ക സരക്ക കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? തെലങ്കാനയിലെ മുലുഗു ജില്ലയിലാണ് സമ്മക്ക സരക്ക കേന്ദ്ര ട്രൈബൽ യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ബസ്സുകൾ, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ ബസ്സുകൾ ഒക്ടോബറിൽ പുറത്തിറക്കിയത് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇലക്ട്രിക് ബസ്സുകളും ഒക്കെ എവിടെയാണ് പുറത്തിറക്കുന്നത് ആദ്യമായിട്ട്? അപ്പം രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബസ്സുകളും പുറത്തിറങ്ങുന്നത് എവിടെയാണ്? ഡൽഹിയിലാണ്. 2023 സെപ്റ്റംബറിൽ ഡൽഹിയിൽ നടന്ന ലേലത്തിൽ റെക്കോർഡ് തുകയായ 61 കോടി രൂപയ്ക്ക് വിറ്റുപോയ ഒരു ചിത്രമുണ്ട്, ദ സ്റ്റോറി ടെല്ലർ. ആരുടെ സൃഷ്ടിയാണ് ദ സ്റ്റോറി ടെല്ലർ? ഉത്തരം അമൃത ഷെർഗിൽ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ സ്റ്റോറി ടെല്ലർ എന്ന സൃഷ്ടി ആരുടെയാണ്? അമൃത ഷെർഗിലിന്റെയാണ്. ഇത് ഡൽഹിയിൽ 61.8 കോടി രൂപയ്ക്ക് ലേലത്തിൽ പോയി. അടുത്ത ചോദ്യം, മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ സ്ഥാപിച്ച ഏകാത്മക പ്രതിമ സ്റ്റാച്യു ഓഫ് വൺനെസ് ഇന്ത്യയിലെ ഏത് ദാർശനികന്റെ 12 വയസ്സ് പ്രായത്തിലെ രൂപത്തിലാണ് പണിതിരിക്കുന്നത്? ആദിശങ്കരന്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് വൺനെസ് അഥവാ ഏകാത്മത പ്രതിമ എന്നറിയപ്പെടുന്നത്. ഇത് മധ്യപ്രദേശിലെ ഓംകാരേശ്വറിലാണുള്ളത്. 14ാമത് ഗ്ലോബൽ സ്കിൽസ് ഉച്ചകോടി നടന്നത് ഡൽഹിയിലാണ്. ഇന്ത്യയുടെ G20 അധ്യക്ഷ സ്ഥാനത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ബുക്കാണ് പീപ്പിൾസ് G20. ഇന്ത്യയുടെ G20 അധ്യക്ഷ സ്ഥാനത്തെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ബുക്കാണ് പീപ്പിൾസ് G20. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ റോബിൻസ്വില്ലയിൽ 2023 ഒക്ടോബർ 8 തുറന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് BAPS സ്വാമിനാരായൺ അക്ഷർധാമാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ റോബിൻസ്വില്ലയിൽ ഒക്ടോബർ 8 തുറന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ഹൈന്ദവ ക്ഷേത്രം. എന്താണ് പേര്? BAPS സ്വാമിനാരായൺ അക്ഷർധാം. ഉത്തരം. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്ത സബ്കാ മന്ദിർ ഏത് രാജ്യത്തെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രമാണ്? സബ്കാ മന്ദിർ ഏത് രാജ്യത്തെ ആദ്യ ഹൈന്ദവ ക്ഷേത്രമാണ്? തായ്വാൻ അല്ലെ. തായ്വാനിലെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രമാണ് ഏത്? സബ്കാ മന്ദിർ. 2023 ഒക്ടോബറിനെ ഹിന്ദു പൈതൃക മാസമായി ആചരിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് ജോർജിയ. അമേരിക്കയിലെ ഒരു സംസ്ഥാനമാണ് ജോർജിയ അല്ലെ. 2023 ഒക്ടോബറിനെ ഹിന്ദു പൈതൃക മാസമായി ആചരിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് ജോർജിയ. ആരുടെ ആത്മകഥയാണ് എ വോക്ക് അപ്പ് ദ ഹിൽ?
ലിവിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ, എ വോക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിന്റെ ആത്മകഥയാണെന്ത്? എ വോക്ക് അപ്പ് ദ ഹിൽ, ലിവിംഗ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ. ഇതിന്റെ മലയാളം പരിഭാഷ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്നാണ്. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അടുത്ത ചോദ്യം, കുടുംബത്തെ പരിപാലിക്കുന്ന വനിതകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകാനുള്ള ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടകം. കുടുംബത്തെ പരിപാലിക്കുന്ന വനിതകൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് കർണാടകം. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ വനിതയായ സുലുഹു ഹസൻ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ വനിതയാണ് സുലുഹു ഹസൻ. ഇവർ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ്? ടാൻസാനിയ. അപ്പൊ ടാൻസാനിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുലുഹു ഹസനാണ് എന്ത് കിട്ടിയത്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റ് ലഭിച്ചത്. അടുത്ത ചോദ്യം, പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. എന്താണ് PM വിശ്വകർമ്മ? പരമ്പരാഗത കൈത്തൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ത്? PM വിശ്വകർമ്മ. അടുത്ത ചോദ്യം, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം നേടിയ കേരളീയനാണ് ഡോക്ടർ AT ബിജു. ഡോക്ടർ AT ബിജുവിനാണ് എന്ത് കിട്ടിയത്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം കിട്ടിയത്. അടുത്ത ചോദ്യം, 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് വഹീദ റഹ്മാനാണ് എന്ത് കിട്ടിയത്? 2021 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. തമിഴ്നാട് സ്വദേശികളായ കൃഷ്ണവേണി, S രമ്യ, അതുപോലെ തന്നെ N രഞ്ജിത എന്നിവർ 2023 വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ ക്ഷേത്ര പൂജാരികളായി നിയമിക്കപ്പെട്ട വനിതകളാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഏത് സംസ്ഥാനത്താണ് കൃഷ്ണവേണി, S രമ്യ, അതുപോലെ തന്നെ N രഞ്ജിത എന്നിവർ ക്ഷേത്ര പൂജാരികളായി നിയമിക്കപ്പെട്ടതെന്ന് ചോദിക്കും. ഉത്തരം തമിഴ്നാട്ടിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അടുത്ത ചോദ്യം, 2023-24 കാലയളവിലേക്ക് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനിവാസൻ കെ സ്വാമിയാണ്. ഓഡിറ്റ് ബ്യൂറോ 2023-24 കാലയളവിലേക്ക് ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ശ്രീനിവാസൻ കെ സ്വാമി. അടുത്ത ചോദ്യം, 2023 ഒക്ടോബർ 20 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത രാജ്യത്തെ ആദ്യ അർദ്ധ അതിവേഗ തീവണ്ടി അഥവാ സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് ആണ് നമോ ഭാരത്. എന്താണ് നമോ ഭാരത്? 2023 ഒക്ടോബർ 20 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്ത രാജ്യത്തെ ആദ്യത്തെ അർദ്ധ അതിവേഗ തീവണ്ടി സെമി ഹൈസ്പീഡ് റീജിയണൽ റെയിൽ സർവീസ് ആണ് നമോ ഭാരത്. എന്താണ് നമോ ഭാരത്? നമോ ഭാരത് തീവണ്ടിയുടെ ആദ്യ സർവീസ് ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലായിരുന്നു? സാഹിബാബാദ് മുതൽ ദുഹായ് ഡിപ്പോ വരെയായിരുന്നു നമോ ഭാരത് ട്രെയിനിന്റെ ആദ്യ സർവീസ്. അർദ്ധ അതിവേഗ സർവീസുകളിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? പദ്ധതിയുടെ പേര് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ്. അർദ്ധ അതിവേഗ സർവീസുകളിലൂടെ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയുടെ പേര് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. 2023 ഒക്ടോബറിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭ ഓഫീസിലെ ഇന്ത്യയുടെ സ്ഥിരം അംബാസഡറായി നിയമിച്ചത് അരിന്ദം ബാഗ്ചിയാണ്. ഇതും പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭ ഓഫീസിലെ ഇന്ത്യയുടെ സ്ഥിരം അംബാസഡറായി നിയമിച്ചത് അരിന്ദം ബാഗ്ചിയാണ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജ്. ഈ തേജിന് പേര് നൽകിയത് ഇന്ത്യയാണ്. തേജ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഇന്ത്യയാണ്. റബ്ബർ ഉൽപാദക രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ അസോസിയേഷൻ ഓഫ് നാച്ചുറൽ റബ്ബർ പ്രൊഡ്യൂസിംഗ് കൺട്രീസിന്റെ ചെയർമാൻ സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് സ്വര പാട്ടീൽ. എന്താണ് ചോദ്യം? 2023 ഒക്ടോബറിൽ എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി ആരാണ്? സ്വര പാട്ടീൽ. ഉത്തരം സ്വര പാട്ടീൽ. കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം 2023 ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കുന്നത്
പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരിയാണ്. പശ്ചിമ ബംഗാളിലെ കിരീടേശ്വരി വില്ലേജ് ആണ് എന്ത് കേന്ദ്ര വിനോദസഞ്ചാര മന്ത്രാലയം 2023 ഇന്ത്യയിലെ മികച്ച ടൂറിസം വില്ലേജായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇവിടെ കിരീടേശ്വരി എന്നത് ഓർത്തിരിക്കണം. ഏത് സംസ്ഥാനത്തെ വില്ലേജ് ആണെന്ന് ചോദിക്കും. ഉത്തരം പശ്ചിമ ബംഗാളിലെയാണ്. ശാസ്ത്ര സാങ്കേതിക നൂതനാശയങ്ങളിലെ മികവുകളെ ആദരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക നൂതനാശയങ്ങളിലെ മികവുകളെ ആദരിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏതാണെന്ന് ചോദിക്കും. ഉത്തരം രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ. ഏതൊക്കെ വിഭാഗങ്ങളിലായാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നൽകുന്നത്? വിജ്ഞാൻ രത്ന, വിജ്ഞാൻ ശ്രീ, വിജ്ഞാൻ യുവ, ശാന്തി സ്വരൂപ് ഭട്നാഗർ, അതുപോലെ വിജ്ഞാൻ ടീം. ഇവിടെ പറയാം ഏതൊക്കെ വിഭാഗങ്ങളിലായാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നൽകുന്നത്? വിജ്ഞാൻ രത്ന, വിജ്ഞാൻ ശ്രീ, വിജ്ഞാൻ യുവ ശാന്തി സ്വരൂപ് ഭട്നാഗർ, ഒപ്പം വിജ്ഞാൻ ടീം. അടുത്ത ചോദ്യം, ISRO രൂപകൽപ്പന ചെയ്ത ഏതിനം റോക്കറ്റുകളുടെ വിക്ഷേപണമാണ് കുലശേഖര പട്ടണത്ത് നടത്തുക? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, അതായത് SSLV റോക്കറ്റുകളാണ് തുടക്കത്തിൽ അവിടുന്ന് വിക്ഷേപിക്കുന്നത്. തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത്, ഇന്ത്യയുടെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രമാണ് അല്ലെ. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം നേടിയത് ഷർമിള ടാഗോർ ആണ്. ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയുടെ ഇംതിയാസ് ഇ ജാമിയ പുരസ്കാരം നേടിയത് ഷർമിള ടാഗോർ ആണ്. 2023 സെപ്റ്റംബറിൽ തെരുവ് കുട്ടികളുടെ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ് തെരുവ് കുട്ടികളുടെ ക്രിക്കറ്റ് ലോകകപ്പ് നടന്നത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ബധിരയും മൂകയുമായ ആദ്യത്തെ അഭിഭാഷകയായ മലയാളി. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബധിരയും മൂകയുമായ ആദ്യ അഭിഭാഷകയായ മലയാളിയാണ് സാറാ സണ്ണി. സാറാ സണ്ണിയാണ് രാജ്യത്തെ ബധിരയും മൂകയുമായ ആദ്യത്തെ അഭിഭാഷികയായ മലയാളി. അടുത്ത ചോദ്യം, ബ്ലോക്ക് തലത്തിലെ ഭരണ മികവ് ലക്ഷ്യമിട്ട് 2023 സെപ്റ്റംബറിൽ ഒരാഴ്ച നീണ്ടു നിന്നതുമായ കർമ്മപരിപാടിയാണ് സങ്കല്പ് സപ്താഹ്. സങ്കല്പ് സപ്താഹ് എന്ന് പറഞ്ഞ പരിപാടി എന്താണ്? ബ്ലോക്ക് തലത്തിലെ ഭരണ മികവ് ലക്ഷ്യമിട്ട് 2023 സെപ്റ്റംബർ അവസാനം തുടക്കമിട്ടതും ഒരാഴ്ച നീണ്ടു നിന്നതുമായ ഒരു കർമ്മ പരിപാടിയാണ് സങ്കല്പ് സപ്താഹ്. അടുത്ത ചോദ്യം, ലണ്ടനിലെ ഇന്ത്യൻ മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് മഹാരാഷ്ട്ര സർക്കാർ ഓർത്തിരിക്കുക, മഹാരാഷ്ട്ര സർക്കാർ തിരികെ കൊണ്ടുവരാൻ പോകുന്ന ഛത്രപതി ശിവജിയുടെ ആയുധമാണ് വാഗ്നാഗ് എന്നറിയപ്പെടുന്ന ഒരു കഠാരയാണ്. വാഗ്നാഗ് എന്നറിയപ്പെടുന്ന ഒരു കഠാര ആരുടെയാണ്? നമ്മുടെ ഛത്രപതി ശിവജിയുടെയാണ് അല്ലെ. അത് മഹാരാഷ്ട്ര സർക്കാർ എവിടുന്ന് കൊണ്ടുവരുന്നു? ലണ്ടനിലെ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം നിർമ്മിച്ചത് ഇന്ത്യയിൽ എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ആർമി ജവാന്മാരുൾപ്പെടെ നിരവധി പേരുടെ മരണത്തിന് കാരണമായ മിന്നൽ പ്രളയം 2023 ഒക്ടോബറിൽ ഉണ്ടായത് ഏത് സംസ്ഥാനത്താണ്? സിക്കിം. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു. ആർമി ജവാന്മാരുടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ മിന്നൽ പ്രളയം നടന്നത് ഏത് സംസ്ഥാനത്തിലാണ്? സിക്കിമിലാണ്. സിക്കിം. 2023 നവംബർ 5 രാജ്യത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചുമതലയേറ്റത് ഹീരാലാൽ സമരിയാണ് നിലവില് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. അതുപോലെ തന്നെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 65% ഉയർത്തിയ സംസ്ഥാനമാണ് ബീഹാർ. ബീഹാറിൽ എന്താണ്? സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 65% ഉയർത്തിയ സംസ്ഥാനമാണ് ബീഹാർ. അവിടെ ഈ പറഞ്ഞ പിന്നോക്ക സമുദായങ്ങളാണ് കൂടുതലുള്ളത്. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ മേഖലകളിലും പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം 65% ഉയർത്തി അല്ലെ. ഏത് സർക്കാരാണ്? ബീഹാർ. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് സുരേഷ് വാഡ്കർ ആണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് സുരേഷ് വാഡ്കർ ആണ്. അടുത്ത ചോദ്യം, പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുവാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. ശ്രേഷ്ഠയുടെ ഫുൾ ഫോം വേണമെങ്കിൽ ഓർത്ത് വെച്ചോളൂ. ശ്രേഷ്ഠ SHRESHTA എന്നാണ്. സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ്.
ശ്രേഷ്ഠ എന്നാണ് പദ്ധതിയുടെ പേര്. എന്താണ് ചോദ്യം? പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുവാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ പദ്ധതി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാനായി 2023 ഒക്ടോബറിൽ CBI രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2. എന്താണ് ചോദ്യം? സൈബർ കുറ്റകൃത്യങ്ങൾ തടയുവാനായി 2023 ഒക്ടോബറിൽ CBI രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ചക്ര 2. ഓപ്പറേഷൻ ചക്ര 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ മായ മുമ്പ് പത്തനംതിട്ട ജില്ലയെ ചോദിച്ച പോലെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ചക്ര 2 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൈബർ കുറ്റകൃത്യങ്ങൾ തടയാനായിട്ട് CBIയുടെ ഒരു ഭാഗം നിന്നുള്ള ഒരു ഓപ്പറേഷനാണ് എന്ത്? ചക്ര 2. അടുത്ത ചോദ്യം, 2023 ഒക്ടോബറിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഏത് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യത്താണ്? ഉത്തരം വിയറ്റ്നാമാണ്. വിയറ്റ്നാമിലെ ബാങ്ക് നിൻ സിറ്റിയിലാണ്. വിയറ്റ്നാമിലാണ് അല്ലെ. 2023 ഒക്ടോബറിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് വിയറ്റ്നാമിലാണ്. IQAir സംഘടന തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണം കൂടിയ നഗരമാണ് ഡൽഹി. രണ്ടാമത് ലാഹോറാണ്. ഇന്ത്യയിൽ നിന്നും മുംബൈയും കൊൽക്കത്തയും ഉൾപ്പെട്ടിരുന്നു. ആദ്യ 10ൽ തന്നെ ഇന്ത്യയിൽ നിന്നും 3 നഗരങ്ങളുണ്ട്: ഡൽഹി, മുംബൈ, കൊൽക്കത്ത. ലോകത്തിലെ തന്നെ ഏറ്റവും മലിനീകരണം കൂടിയ നഗരമാണ് ഡൽഹി. 2ാം സ്ഥാനത്ത് പാകിസ്ഥാനിലെ ലഹോറുമുണ്ട്. ഈ ആദ്യ 10ൽ ഇന്ത്യയിലെ 3 നഗരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 1ാം സ്ഥാനം ഡൽഹി, 2ാം സ്ഥാനം കൊൽക്കത്ത, 3 മഹാരാഷ്ട്ര, അതായത് മുംബൈ. ഡൽഹി, മുംബൈ, കൊൽക്കത്തയാണ് ആദ്യ 10ലുള്ള 3 ഇന്ത്യൻ നഗരങ്ങൾ. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരം ഡൽഹിയാണ്. അടുത്ത ചോദ്യം, 2023 നവംബറിൽ 40ലേറെ തൊഴിലാളികൾ കുടുങ്ങിപ്പോയ ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കമാണ് സിൽക്യാര തുരങ്കം. ഉത്തരാഖണ്ഡിൽ തുരങ്കമാണ് സിൽക്യാര തുരങ്കത്തിലാണ് 40ലേറെ തൊഴിലാളികൾ കുടുങ്ങിപ്പോയത്. അടുത്ത ചോദ്യം, 2023 JCB സാഹിത്യ പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് പെരുമാൾ മുരുകൻ. 2023 JCB പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരനാണ് ആര്? പെരുമാൾ മുരുകൻ. അടുത്ത ചോദ്യം, ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി സത്യജിത്ത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ നടൻ ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കൽ ഡഗ്ലസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചല്ലേ. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് സത്യജിത്ത് റായ് ആജീവനാന്ത പുരസ്കാരം നേടിയ നടനാണ് മൈക്കൽ ഡഗ്ലസ്. ഗുജറാത്തിന്റെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗോലാണ്. അടുത്തിടെ ഗോൽ എന്ന പേരിൽ സംസ്ഥാനത്തെ ഔദ്യോഗിക മത്സ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഗുജറാത്തിലാണ്. അത് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം, റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹരായവർ. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം, ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ്, ഡാനിയൽ ബാരൻ ബോയിമി, ഒപ്പം അലി അബു ഔവാദും ഡാനിയൽ ബാരൻ ബോയിമിക്കുമാണെന്ന് കിട്ടിയത് 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം കിട്ടിയത്. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള പുസ്തകമാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ. ആരുടെയാണ്? EV രാമകൃഷ്ണൻ എഴുതിയ പുസ്തകത്തിന് സാഹിത്യ പഠന വിഭാഗത്തിലാണ് ബഹുമതി കിട്ടിയത്. EV രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ കുടുങ്ങിയ വാർത്ത നമുക്കൊന്ന് വായിക്കാം. ഉത്തരാഖണ്ഡിലെ ഉത്തരകൊറിയയിൽ നിർമ്മാണത്തിലിരുന്ന സിൽക്യാര തുരങ്കം ഇടിഞ്ഞ തൊഴിലാളികൾ കുടുങ്ങിയത് 2 ആഴ്ചയോളം രാജ്യത്തെ ആശങ്കയിലാക്കി. 41 തൊഴിലാളികളാണ് റോഡ് നിർമ്മാണത്തിനിടെ നവംബർ 12-നുണ്ടായ അപകടത്തിൽ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയത്. രക്ഷാപ്രവർത്തനങ്ങൾ പലതും പാതിവഴിയിൽ നിലച്ചു. 17 ദിവസത്തിന് ശേഷമാണ് റാറ്റ് മൈനേഴ്സിന്റെ സഹായത്തോടെ ഇവരെ രക്ഷിച്ചത്. ഈ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സുരംഗ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരാഖണ്ഡ് ആ ടണലില് 41 തൊഴിലാളികൾ കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട ആ രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണെന്ത്? ഓപ്പറേഷൻ സുരംഗ്. ഇനി നമുക്ക് ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്നു, അതോടെ നോക്കാം. നമ്മൾ ക്രിമിനൽ നിയമങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. രാജ്യത്തെ ക്രിമിനൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്ന ബില്ലുകൾ 2023 ഓഗസ്റ്റ് 11-ന് ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചു. എന്നാണ് അവതരിപ്പിച്ചത്? ലോക്സഭയില്
2021 ഓഗസ്റ്റ് 11 അവതരിപ്പിച്ചത്. ഇന്ത്യൻ പീനൽ കോഡ്, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം പുതിയ നിയമം കൊണ്ടുവരുന്ന 3 ബില്ലുകളാണ് അവതരിപ്പിച്ചത്. ഭാരതീയ നാഗരിക് സുരക്ഷാ ബിൽ 2023, ഭാരതീയ ന്യായ സംഹിത ബിൽ 2023, ഭാരതീയ സാക്ഷ്യ ബിൽ 2023 എന്നിവയാണ് പുതിയ ബില്ലുകൾ. ഭേദഗതികൾക്ക് ശേഷം ഡിസംബർ 12 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച ബില്ലുകൾ ഡിസംബർ 20 ലോക്സഭ പാസാക്കി. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ തയ്യാറാക്കിയ PDF അങ്ങ് തീരട്ടെന്ന് വെച്ചാണ് ഇത്രയും എടുത്തത്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നില്ലേ 6-7 ചോദ്യങ്ങൾ, LD ക്ലർക്കിനും പോലും വന്ന 2-3-4 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഇനിയും വരും പരീക്ഷകൾക്ക്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒപ്പം തന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.